CPM നേതാവ് ടെലിഫോൺ ലൈൻ ചേരുക. ശ്രീ കെ അനിൽകുമാർ, ഈ ന്യൂനപക്ഷ സംഗമം എന്ന രീതിയിലാണല്ലോ, എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ആശയ രൂപീകരണത്തിന് വേണ്ടി വിവിധ പരിപാടികൾ കേരളത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. അത് വിവിധ മന്ത്രിമാരും അവരുടെ വകുപ്പുകളുമാണ് മുൻകൈ എടുക്കുന്നത്. അത് ഓരോ ജില്ലകളിലും എന്തെല്ലാം ചെയ്യുന്നുവെന്ന് 2 ആഴ്ച മുന്നേ തന്നെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങൾക്കും നൽകിയിട്ടുള്ള കാര്യമാണ്. അതിന്റെ ഭാഗമായി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് എറണാകുളത്ത് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ന്യൂനപക്ഷ സംഗമം. അത് ന്യൂനപക്ഷ സംഗമം എന്ന പേരിട്ടിപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ വിളിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ആ മേഖലയിലെ വിഷയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടൊരു സെമിനാറായി നടത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംഗമം എന്ന പേര് അതിനുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് ഇനി കേരളത്തിലെ ജനാധിപത്യപരമായി ലഭിക്കേണ്ട അവകാശാധികാരങ്ങളെ സംബന്ധിച്ച വിഷയം അതിൽ ഉയർന്നു വരും. 2, നമ്മുടെ രാജ്യത്തിനകത്ത് വേട്ടയാടപ്പെടുന്ന മനുഷ്യരെന്ന നിലയ്ക്ക് അവർക്ക് കേരളത്തിന്റെ ഭരണം നൽകേണ്ട സംരക്ഷണ വിഷയങ്ങളും ഉയർന്നു വരും. ആ നിലയ്ക്ക് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയമായും അതുപോലെ തന്നെ ഭരണപരമായും നിയമപരമായും സംരക്ഷണം ഒരുക്കുന്ന ഒരു മാതൃകാ ഇടമാണ് കേരളം. ആ ജനാധിപത്യ മാതൃകയുടെ ഒരു വികാസമുള്ള നാടായി കേരളം. ഇതാണ് ഈ സംഗമത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സംഗമം എന്ന് പേരിട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ഒരു വിമർശനം വരും. ഈ മതാടിസ്ഥാന സമ്മേളനം എന്ന രീതിയിലുള്ള ഒരു വിമർശനം വരുമല്ലോ, ഇപ്പോൾ തന്നെ അത് വന്നിട്ടുണ്ട്. അല്ല, അയ്യപ്പ സംഗമത്തെ കുറിച്ച് കാര്യങ്ങളെല്ലാം ഹൈക്കോടതി എടുത്ത് തോട്ടിലേക്ക് എറിഞ്ഞല്ലോ. അതുമായിട്ട് ചാടിപ്പുറപ്പെട്ട ഹിന്ദുത്വ സംഘടനകളോ അതെല്ലാം രാഷ്ട്രീയ കളിയാണെന്ന് മനസ്സിലായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ എന്താ പറഞ്ഞത്? ഇതിന്റെ അധികാരം ദേവസ്വം ബോർഡിനുണ്ട്. ഇത് സംസ്ഥാന സർക്കാർ അല്ലാതെ ആരാണ് ഇതിനെ സഹായിക്കാനുള്ളത്? അപ്പൊ അത് സതുദ്ദേശപരമാണെന്ന് കോടതി കണ്ടെത്തി കഴിഞ്ഞു. അതുപോലെ ഇത്തരം കാര്യത്തിലും ആളുകൾ ദുസ്തർക്കങ്ങളുമായി കോടതിയിലൊക്കെ പോകുമായിരിക്കും. കേരളത്തിനെതിരെ ചിന്തിക്കുന്നവരുണ്ടല്ലോ, അവർ പോട്ടെ. അപ്പൊ അത് കൃത്യമായ വ്യക്തത അക്കാര്യത്തിൽ വരും. സർക്കാരിന് നല്ല വ്യക്തതയുണ്ട്. ആ വ്യക്തത ഇത്രയേ ഉള്ളൂ: ഈ മേഖലയിലെ മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ഫലപ്രദമായ പ്രവർത്തനമുള്ള മണ്ണാണ് കേരളമെന്ന് ലോകത്തിന് മുന്നിൽ കേരളം കാണിച്ചു കൊടുക്കും. ആ നിലയ്ക്ക് എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുപോകുന്ന ഒരു കേരളത്തിന്റെ അന്തസ്സ് ഇവിടെ ഉയർന്നു വരിക തന്നെ ചെയ്യും. അതാണ് നമ്മൾ കാണിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു ജനകീയ സംഗമമല്ലേ? എല്ലാവരെയും ചേർത്ത് നിർത്തണമെങ്കിൽ ഒരു ജനകീയ സംഗമമാണ് വേണ്ടത്, അല്ലാതെ മതാടിസ്ഥാനത്തിലല്ലല്ലോ ശ്രീ അനിൽകുമാർ. അതാണ് മനസ്സിലാകേണ്ടത്. നമ്മുടെ നാട്ടില് മതാടിസ്ഥാനത്തിലുള്ള സംഗമം എന്ന് ഒരു പേരതിന് ഇട്ടിട്ടില്ല. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുണ്ട്. ഓരോ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും ജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കും അഭ്യുന്നതിക്കായിട്ട് ഭരണപരമായ സംവിധാനമുണ്ട്. ഉദാഹരണമായിട്ട് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ്. അത് ആ മേഖലയിലുള്ള മനുഷ്യരെ അവഗണിക്കാനല്ലല്ലോ, ചേർത്ത് നിർത്താനല്ലേ. അപ്പൊ അത് ഒരു കാരണവശാലും സർക്കാർ പ്രത്യേകമായി വിളിക്കുന്നതല്ല, ആരെയും മാറ്റി നിർത്തുന്നതല്ല. പ്രത്യേക പ്രശ്നങ്ങളിലുള്ള സർക്കാരിന്റെ പരിഗണനയായിട്ട് തന്നെ കാണണം. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ശരി, ഇപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കെ അനിൽകുമാർ CPM അദ്ദേഹത്തിന്റെ വിശദീകരണമാണ് ഇക്കാര്യത്തിൽ കേട്ടത്.